നമസ്തേ, ഞാൻ ഡോക്ടർ ഗായത്രി, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, GG ഹോസ്പിറ്റൽ. എന്താണ് കീമോതെറാപ്പി? കീമോതെറാപ്പി ഒരു മുടി പൊഴിച്ചിലുണ്ടാക്കുന്ന ചികിത്സാ രീതിയാണോ? ഒരാളെ അവശനാക്കുന്ന ചികിത്സാ രീതിയാണോ? കീമോതെറാപ്പി എടുക്കുമ്പോൾ ശരീരത്തിൽ ചൂട് കൂടി വരുമോ? ഇങ്ങനെ നിരവധി സംശയങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. വേദന ഉണ്ടാകുന്നൊരു ചികിത്സാ രീതിയാണോ കീമോതെറാപ്പി? മെഷീൻ ഉപയോഗിച്ച് എടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണോ കീമോതെറാപ്പി? നിരവധി ആൾക്കാർ ചോദിക്കുന്ന സംശയങ്ങളാണ്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മളത് ചില മരുന്നുകളാണ്. ഈ മരുന്നുകൾ നമ്മൾ ഈ ഡ്രിപ്പിൽ മിക്സ് ചെയ്തിട്ട് ശരീരത്തിലോട്ട് കടത്തിവിടുന്ന ഒരു ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി. ഇതിന് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് എല്ലാം എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഡ്രിപ്പ് എടുക്കുമ്പോഴെല്ലാം കയ്യിൽ നമ്മൾ സൂചി ഇടാറുണ്ട്, കാനുല ഇടാറുണ്ട്. ഈ കാനുലയിൽ നമ്മൾ ഈ ഡ്രിപ്പ് കണക്ട് ചെയ്തിട്ടാണ് യൂഷ്വലി കീമോതെറാപ്പി കൊടുക്കുന്നത്. പല കീമോതെറാപ്പി മരുന്നുകളുണ്ട്. ആൻറ്റിബയോട്ടിക്സ് നമുക്ക് പലതരത്തിലുണ്ടല്ലോ, അതേപോലെ കീമോതെറാപ്പി മരുന്നുകളും പലതരത്തിലുള്ള കീമോ മരുന്നുകളുണ്ട്. അപ്പോൾ എല്ലാ കീമോതെറാപ്പി മരുന്നും ഒന്നല്ല. ബ്രസ്റ്റ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന കീമോതെറാപ്പി ഒരു ടൈപ്പായിരിക്കാം, ലങ് ക്യാൻസറിന് ഉപയോഗിക്കുന്നത് മറ്റൊരു ടൈപ്പാണ്, ഓവേറിയൻ അണ്ഡാശയ അർബുദത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു ടൈപ്പാണ്, വൻകുടൽ ക്യാൻസറിന് ഉപയോഗിക്കുന്ന മറ്റൊരു ടൈപ്പ് കീമോതെറാപ്പിയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള കീമോതെറാപ്പി ഉണ്ട്. ചിലപ്പോൾ 1, 2, 3 കീമോതെറാപ്പി മരുന്നുകൾ ചേർത്തുള്ള ഒരു റെജിമൻ ആയിരിക്കാം നമ്മളൊരു ക്യാൻസറിന് ഉപയോഗിക്കുന്നത്. ചില കീമോതെറാപ്പി മരുന്നുകൾ നമ്മൾ നേരിട്ടൊരു സിറിഞ്ചിലെടുത്ത് ബോഡിയിലോട്ട് ഈ ഒരു കാനുല വഴി വിടുകയാണ് ചെയ്യുന്നത്. ചില കീമോതെറാപ്പി മരുന്നുകൾ അരമണിക്കൂറിൽ കഴിയുന്നു. ചില കീമോതെറാപ്പി മരുന്നുകൾ ഒരു 46 മണിക്കൂർ വരെ എടുക്കാം കഴിയാൻ. ചിലത് നമ്മൾ കണ്ടിന്യൂസ് ആയി 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വരെ കൊടുക്കുന്ന കീമോതെറാപ്പി മരുന്നുകളുമുണ്ട്. അത് ഏത് ക്യാൻസറാണ്, ഏത് സ്റ്റേജാണ്, ഏത് കീമോതെറാപ്പി മരുന്നാണ്, ഇതെല്ലാം അനുസരിച്ചിട്ടാണ് കീമോതെറാപ്പിയുടെ ദൈർഘ്യം, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. പിന്നെ കീമോതെറാപ്പി എപ്പോഴും ഇഞ്ചക്ഷൻ മാത്രമല്ല, ഗുളിക രൂപത്തിലുള്ള കീമോ മരുന്നുകളുമുണ്ട്. നമ്മൾ ഈ വൻകുടൽ ക്യാൻസറിന് വേണ്ടിയിട്ടെല്ലാം ഗുളിക രൂപത്തിലുള്ള കീമോതെറാപ്പി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഈ മസിലിനകത്തോട്ട് വെക്കുന്ന ഇഞ്ചക്ഷനായിട്ടും കീമോ കൊടുക്കാറുണ്ട്, നട്ടലിലോട്ട് വെക്കുന്ന കീമോയുണ്ട്. അങ്ങനെ നമുക്ക് പല രീതിയിലും നമുക്ക് ഈ കീമോതെറാപ്പി കൊടുക്കാം. ഈ കീമോതെറാപ്പി കൊടുക്കാൻ മെഷീൻ്റെ ആവശ്യമില്ല. കയ്യിലൊരു സൂചിയിട്ട് ട്രിപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുന്നൊരു ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി. അല്ലാതെ മെഷീനൊന്നും നമുക്കിതിൻ്റെ ആവശ്യമില്ല. മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇനി കീമോതെറാപ്പി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിരവധി കീമോതെറാപ്പി മരുന്നുകളുണ്ട്. ഈ എല്ലാ കീമോതെറാപ്പി മരുന്നും ഹെയർ ലോസ് ഉണ്ടാവുന്നില്ല, മുടി പൊഴിച്ചിലുണ്ടാകുന്നില്ല. ഞാൻ സമ്മതിക്കുന്നു, ചില ക്യാൻസർ മരുന്നുകൾ, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന പല കീമോതെറാപ്പി ഏജൻസും മുടി കൊഴിച്ചിലുണ്ടാക്കാം. പക്ഷേ മുടി കൊഴിച്ചിലുണ്ടാക്കിയാലും നമ്മൾ നിർത്തി ഒരു 2-3 മാസത്തിനുള്ളിൽ മുടി തിരിച്ചു വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി തിരിച്ചു വരും. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാ കീമോതെറാപ്പി മരുന്നുകളും ഹെയർ ലോസ് ഉണ്ടാക്കുന്നതുമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ കീമോതെറാപ്പി എടുക്കുമ്പോൾ ചൂട് ബോഡിയിൽ കൂടുന്നു അല്ലെങ്കിൽ അങ്ങനെ കൂടുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമില്ല. കീമോതെറാപ്പി എടുക്കുമ്പോൾ അങ്ങനെ ഒരു ചൂട് കൂടുക അല്ലെങ്കിൽ ചൂട് കൂടി പൈൽസ് വരാൻ സാധ്യതയില്ലേ, അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം നമ്മളങ്ങനെ കാണാറില്ല. അങ്ങനെ ചൂട് കൂടുന്ന ഒരു ചികിത്സാ രീതി അല്ല ഈ കീമോതെറാപ്പി. അത് നമ്മൾ ഡ്രിപ്പ് എടുക്കുന്നത് പോലെ എടുക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, വേദന ഉണ്ടാക്കുന്നതാണോ കീമോതെറാപ്പി? വേദന ഉണ്ടാക്കുന്ന ചികിത്സാ രീതിയേ അല്ല. ഡ്രിപ്പ് എടുക്കുന്നത് പോലെയുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ കീമോതെറാപ്പി എന്ന് പറയുന്നത്. അതിന് സിസ്റ്റർ കറക്റ്റായിട്ട് നമ്മളൊരു വെയിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഈ വെയിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ സൂചി കാനുല ഇടുന്നു. കറക്റ്റായിട്ടൊരു വെയിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കാനുല ഇട്ട് കഴിഞ്ഞാൽ കീമോതെറാപ്പി വേദന ഉണ്ടാക്കുന്നൊരു ചികിത്സാ രീതിയേ അല്ല. പക്ഷെ ചില സമയങ്ങളിൽ ഇപ്പം നമ്മൾ ഈ കീമോതെറാപ്പി മരുന്ന് വെയിനിൽ നിന്ന് പുറത്തേക്ക് പോകാം, ചുറ്റുവട്ടമുള്ള സ്കിന്ന് അതുപോലെയുള്ള ഫാറ്റ് അങ്ങോട്ടേക്കൊക്കെ പടർന്നു കഴിഞ്ഞാൽ വേദന വരാം. അങ്ങനെ വേദന വന്ന് തൊലി പൊട്ടുകയും അതിനെ നമ്മൾ എക്സ്ട്രാവസേഷൻ എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥയിൽ വേദന വരാം. പക്ഷേ യൂഷ്വലി കീമോതെറാപ്പി വേദനയുള്ള ഒരു പ്രൊസീജിയർ അല്ല. നമുക്ക് വളരെ വളരെ കംഫർട്ടബിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, കീമോതെറാപ്പി എടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകാമോ, നമുക്ക് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെയുള്ള ബാത്റൂമിൽ പോകാമോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. കീമോതെറാപ്പി എടുത്തിട്ട് എന്താണോ നമ്മൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പിന്നെയും ചെയ്യാവുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ അടുത്തെല്ലാം പോവാം. ഈ ന്യൂക്ലിയർ മെഡിസിൻ ഉണ്ട്, ചില ന്യൂക്ലിയർ മെഡിസിൻ, ഇപ്പോൾ തൈറോയിഡ്
ക്യാൻസറിൻ്റെയൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില ന്യൂക്ലിയർ മെഡിസിൻസ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാലാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകരുത്, അല്ലെ ബാത്റൂമിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള ശ്രദ്ധ നമ്മൾ പാലിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ കീമോ എടുക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കീമോ വാർഡിൽ ആൾക്കാർ ഇരിക്കാനായിട്ട് അനുവദിക്കാറുണ്ട്. ഒരാൾ ഇരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ വളരെ നല്ലൊരു അന്തരീക്ഷമാണ് കീമോ വാർഡിൽ ഒരുക്കുന്നത്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. കുഞ്ഞുങ്ങൾക്കെല്ലാം അടുത്ത് വരാം, കുഞ്ഞുങ്ങളെ എടുക്കാം. അതൊന്നും പ്രശ്നമുള്ളൊരു കാര്യവുമല്ല. പിന്നെ ഫുഡ് റെസ്ട്രിക്ഷൻസ് ആവശ്യമുണ്ടോ? പഞ്ചസാര കഴിക്കാമോ? പാല് കുടിക്കാമോ? ഉപ്പ് കഴിക്കാമോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും പലരും ചോദിക്കാറുണ്ട് കീമോ എടുക്കുന്ന സമയത്ത്. ഇത് എല്ലാം ചെയ്യാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഏത് വേണമെങ്കിലും കഴിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള, ഒരുപാട് ചൂടുള്ള അങ്ങനത്തെ ഫുഡ് ഒഴിവാക്കാൻ പറയാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഗ്യാസ്ട്രൈറ്റിസ് വരാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. മധുരം കഴിക്കാം. ബിക്കോസ് നമുക്ക് കീമോതെറാപ്പി എടുക്കുമ്പോൾ നമുക്ക് നാവിൽ ചെറിയ ടേസ്റ്റ് വ്യത്യാസങ്ങൾ വരാം. ഈ സലൈവയ്ക്ക്, തുപ്പലിന് കുറച്ച് കൊഴുപ്പ് കൂടുന്നതായിട്ട് അനുഭവപ്പെടാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ ഫുഡും ചിലപ്പം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പം മധുരമായിരിക്കാം നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നത്. ആ സമയത്ത് അതും കൂടെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടില്ല. നമുക്ക് കൂടുതൽ ക്ഷീണം വരാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫുഡും കഴിക്കാം. വീട്ടിലുണ്ടാക്കിയ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ചിക്കൻ, മുട്ട, മീൻ എല്ലാം കഴിക്കാം. നട്ട്സ്, ഡേറ്റ്സ് എല്ലാം കഴിക്കാം. ഈ നട്ട്സ്, ഡേറ്റ്സൊക്കെ പൊടിച്ച് നമുക്ക് പാലിലിട്ട് കുടിക്കാം. നാച്ചുറലി കിട്ടുന്ന പ്രോട്ടീൻസ് എല്ലാം നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. പനീർ, സോയ ഇതെല്ലാം കഴിക്കാം. പച്ചക്കറികൾ, ഇലക്കറികൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇന്നത് കഴിക്കണം, ഇന്നത് കഴിക്കേണ്ട എന്നുള്ളതില്ല. ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. ഇതാണ് കീമോതെറാപ്പി എടുക്കുമ്പം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കീമോതെറാപ്പിയുടെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു.